നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യത്തെ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ്. നടിയെ ആക്രമിച്ച കേസിൽ അടുത്ത മാസം 8-ന് കോടതി വിധി പറയും. 8ാം പ്രതിയായ നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളും അന്ന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് വിധി പറയാൻ ഒരുങ്ങുന്നത്. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഡിസംബർ 8-നാണ് വിധി ദിനമായി തീരുമാനിച്ചിരിക്കുന്നത്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് 1ാം പ്രതി. അസാധാരണമായ നിയമ പോരാട്ടമാണ് കേസിൽ നടന്നത്. ഇവിടെ നീതി കിട്ടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് പല പല ഘട്ടങ്ങളും പലതരത്തിലുള്ള സാധ്യതകളുമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നീതി ഉറപ്പാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണം, വേറൊരു സോഴ്സും ഇല്ലല്ലോ, കിട്ടണം എന്ന നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാം. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 2018 മാർച്ചിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ആദ്യം 7 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 85 ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടി. 1600ഓളം തെളിവുകളാണ് കേസിലുള്ളത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട സാക്ഷികളിൽ 28 പേർ കൂറുമാറി. പ്രോസിക്യൂട്ടർ പിന്മാറിയതടക്കം കേസിൽ വലിയ കാലതാമസമുണ്ടാക്കി. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജാമ്യം കിട്ടി. വിചാരണ നടപടി വൈകുന്നതിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വിവാദമായി. ഇതിനിടെയാണ് പ്രധാന സാക്ഷിയായി സംവിധായകൻ ബാലചന്ദ്രകുമാർ എത്തുന്നത്. 2024 ഡിസംബർ 11-ൽ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 7-ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നതയ്ക്കും വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ പിറവിക്കും കാരണമായത് ഈ കേസാണ്. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും തുടർ നടപടികൾക്കും കൂടി കേസ് വഴിയൊരുക്കി. 24 കൊച്ചി. തദ്ദേശപ്പോര് കടുക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ല, എന്നാൽ പ്രാദേശിക നീക്കുപോക്കുണ്ട് എന്ന് 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന്റെ ആശയ നേതൃത്വമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണയും നീക്കുപോക്കും ശരിവയ്ക്കുകയാണ് UDF നേതാക്കൾ. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ലെന്നും പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നേരത്തെ LDFനെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നുവെന്നേ ഉള്ളൂ എന്നും സാദിഖ് അലി തങ്ങൾ വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും UDFനുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDFന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെ ആയിട്ട് ധാരണയൊക്കെ താഴെത്തട്ടെ. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ UDFന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറിയെന്ന വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അവരുമായി ഇടതുപക്ഷം യാതൊരു നീക്കുപോക്കും നടത്തുന്നില്ലെന്നും MV ഗോവിന്ദൻ. കേരളത്തിലെ UDFന്റെ വർഗീയ ആശയ രൂപീകരണത്തിലെ നേതൃത്വവുമായിട്ട് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട് ഇല്ല, ഒരു നീക്കുപോക്കുണ്ടായിട്ടില്ല. ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നും പ്രതികരണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ്
സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതകൾ എത്ര ആളുകളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ലീഗ് MLA-മാരിൽ പലർക്കും സീറ്റുണ്ടാകില്ലെന്നും സാദിഖ് അലി തങ്ങൾ 24-നോട് പറഞ്ഞു. ആളുകളുടെ പെർഫോമൻസും ജനങ്ങളുടെ ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞിട്ടും മുന്നണികളിലെ അസ്വാരസ്യങ്ങൾ മാറുന്നില്ല. പലയിടത്തും വിമതശല്യം ഒഴിഞ്ഞിട്ടില്ല. സീറ്റ് ലഭിച്ചില്ലെന്നാരോപിച്ച് നേതാക്കളുടെ രാജിയും തുടരുകയാണ്. വിമതർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 35,000-ഓളം പേരാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പടലപ്പിണക്കത്തെ തുടർന്ന് പത്രിക നൽകിയ നിരവധി പേർ പിന്മാറിയെങ്കിലും വിമതശല്യം പൂർണ്ണമായി ഒഴിയുന്നില്ല. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിത അനീഷ് അറിയിച്ചു. മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് ചിച്ചകാലം പിന്നോട്ട് വെക്കുന്നില്ല. മന്ത്രി VN വാസവനെ പുകഴ്ത്തിയ നേതാവ് ഉൾപ്പെടെ കോട്ടയത്ത് 9 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. സീറ്റ് തർക്കത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിനുണ്ടായ തർക്കം പൊട്ടിത്തെറിയിലെത്തി. DCC അധ്യക്ഷൻ PK ഫൈസലിനെതിരെ ആരോപണമുന്നയിച്ച വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. 20 ലക്ഷം രൂപയ്ക്ക് സീറ്റ് വിറ്റെന്നാരോപിച്ച് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പതിച്ചു. എറണാകുളത്ത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി LC ജോർജ് നൽകിയ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് നിർദ്ദേശം. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതരായി രംഗത്തെത്തിയ 2 സ്ഥാനാർത്ഥികളെയും ഇവരെ പിന്തുണച്ചവരെയും മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥി വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോർപ്പറേഷനിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പാലാരിവട്ടം ഗിരിനഗർ വാർഡുകളിലെ UDF വിമതർ. ഇതിനിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ കൌൺസിലറുമായിരുന്ന ശ്യാമള S. പ്രഭു പാർട്ടി വിട്ടു. പാലക്കാട് അട്ടപ്പാടിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. അതേസമയം സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് സംഘത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ നഗരസഭാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 DYFI നേതാക്കൾക്ക് 20 വർഷം തടവ്. DYFI ജില്ലാ കമ്മിറ്റി അംഗം VK നിഷാദ്, പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TCV നന്ദകുമാർ എന്നിവർക്കാണ് ശിക്ഷ. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. കൊലപാതക ശ്രമം, സ്ഫോടക വസ്തു സൂക്ഷിക്കൽ, സ്ഫോടക വസ്തു എറിയൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്ക് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. ശിക്ഷ ഒന്നിച്ച് 10 വർഷം അനുഭവിച്ചാൽ മതിയാകും. ഇരുവരും കൊലപാതക കേസിലടക്കം നേരത്തെ പ്രതികളായതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകാനാകില്ലെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. MSF നേതാവ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ ഭാഗമായായിരുന്നു ബോംബേറ്. പയ്യന്നൂർ SI ആയിരുന്ന KP രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വാഹനത്തിനു നേരെയായിരുന്നു ബൈക്കിലെത്തിയ 4-അംഗ സംഘം ബോംബെറിഞ്ഞത്. പയ്യന്നൂർ നഗരസഭ 46-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയാണ് V. നിഷാദ്. മത്സരിക്കാൻ തടസ്സമില്ലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ നിഷാദ് അയോഗ്യനാകും. കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റിയ പ്രതികൾക്ക് കോടതിക്ക് മുന്നിൽ വെച്ച DYFI പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യമർപ്പിച്ചു. 24 കണ്ണൂർ. വയനാട് ജില്ലാ പഞ്ചായത്തിൽ UDFന് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ലിൻഡോ കുര്യാക്കോസുമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ എന്ന അവകാശവാദവുമായി മത്സര രംഗത്തുള്ളത്. എന്നാൽ ഗൗതമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്നാണ് UDF നേതൃത്വത്തിന്റെ വിശദീകരണം. ലൈംഗികാരോപണ വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കും മുറുകുന്നു. ഗർഭഛിദ്രത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കും. രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചതാണെന്നും കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന് പറയാൻ താൻ ആളല്ല എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അതേസമയം പാർട്ടി വേദികളിലേക്ക് രാഹുലിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും ഉൾപ്പെടെ ഇന്നലെയാണ് പുറത്തുവന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിനു പിന്നാലെ വീണ്ടും ശബ്ദരേഖ വന്നതോടെ ലൈംഗികാരോപണ വിവാദത്തിൽ ചർച്ചകൾ സജീവമായി. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം.
പരാതി നൽകിയാൽ ലൈംഗികാരോപണ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ മറുപടിയില്ല. ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കളയാൻ സമയമില്ലെന്നായിരുന്നു CPIM നേതാവ് NN കൃഷ്ണദാസിന്റെ പരിഹാസം. ഞങ്ങൾക്ക് ഈ മാതിരിയുള്ള അശ്ലീല കാര്യങ്ങൾക്കൊന്നും വേണ്ടി സംസാരിച്ച് കളയാൻ സമയമില്ല. പൊതുവായിട്ടുള്ള നല്ല നല്ല രാഷ്ട്രീയ കാര്യങ്ങൾ പറയൂ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, മനുഷ്യന്മാരുടെ കാര്യങ്ങൾ പറയുക. വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചു. ഒരു നേതാവും തന്നോട് പ്രചാരണത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽപ്പെട്ട ശേഖരിപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും ഒരു നേതാവും പറഞ്ഞില്ലെന്നേ. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൽക്കാലം ആ പ്രശ്നത്തിന് എൻ്റെ പരിഹാരമില്ല. ഓക്കെ. ഫോർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് ഇനി. SIR പൂർത്തിയാക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ ആവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ഇടപെടലുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. SIR ജോലികൾക്കായി വിദ്യാർത്ഥികളെ നിയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസാവകാശം ലംഘിക്കപ്പെടാൻ പാടില്ലെന്നും ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയെന്നും V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം മന്ത്രിയുടെ തീരുമാനം മറികടന്ന് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളെ SIR ജോലികൾക്കായി നിയോഗിച്ചു. SIR എന്യൂമറേഷൻ ഫോമിന്റെ ഡിജിറ്റലൈസേഷൻ മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് BLOമാരെ സഹായിക്കാൻ സ്കൂളുകളിലെ NSS NCC വോളണ്ടിയർമാരെ കൂടി നിയോഗിക്കാനുള്ള നീക്കം. വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്കൂളുകൾക്ക് കത്തയച്ചു. SIR പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സഹായം തേടുന്നതിൽ തെറ്റില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെ വോളണ്ടിയേഴ്സായി ആവശ്യപ്പെട്ട കത്ത് 24 പുറത്തുവിട്ടതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല. വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തും. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ്. അതേസമയം മന്ത്രിയുടെ തീരുമാനം മറികടന്ന തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളെ SIR പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചു തുടങ്ങി. ജില്ലാ കളക്ടർ അനുകുമാരി IAS കുരിയാത്തി LPSലെ ക്യാമ്പിൽ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകി. ഇത് നമ്മൾ വോളണ്ടറി ആണ് പ്രധാനപ്പെട്ട. സോ ഇറ്റ് ഈസ് വോളണ്ടറി. കുട്ടികളുടെ ആഗ്രഹത്തോടെ നമ്മൾ അവർക്ക് വിളിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ നമ്മുടെ കുട്ടികളാണ്, ആ കുട്ടികൾ സിവിൽ സർവീസസ് എസ്പിരൻസ് ആണ്. എല്ലാ കുട്ടികൾ UPSC പരീക്ഷയെ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് നേരിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ല അനുഭവം, ഫസ്റ്റ് ഹാൻഡ് അനുഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ ആഗ്രഹത്തോടെയാണ് ഇവിടെ വന്ന് നമ്മുടെ BLOമാരെ സഹായിക്കുന്നുള്ളത്. പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളെ SIR പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. SIRനെതിരെ സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെതിരായ CPIM സംഘടനാ നടപടി വൈകും. പാർട്ടിതല നടപടി കുറ്റപത്രം സമർപ്പിച്ച ശേഷം മതിയെന്നാണ് ധാരണ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പ്രതികരിച്ചു. CPIM നേതാക്കൾക്കെതിരെ മൊഴി നൽകുമെന്ന് പേടിച്ചാണ് നടപടിയെടുക്കാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെതിരെ തൽക്കാലം സംഘടനാ നടപടി വേണ്ടെന്ന്
വെള്ളിയാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃത്വം ഈ നിലപാട് ആവർത്തിച്ചു. പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പത്മകുമാറിന് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപത്രം വന്ന ശേഷമേ അച്ചടക്ക നടപടി സ്വീകരിക്കൂവെന്നും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ കുറ്റപത്രം നൽകുകയുള്ളൂ എന്നതും ഈ തീരുമാനത്തിന് CPIMനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ CPIMന് ഭയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അറസ്റ്റ് പിന്നാലെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി കൂടി വന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിലാകുമോ എന്ന ആശങ്കയിലാണ് അച്ചടക്ക നടപടി നീട്ടിവെക്കുന്നതെന്നും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്തെ അന്നദാന മെന്യു പരിഷ്കരിക്കുന്നതടക്കം സുപ്രധാന തീരുമാനങ്ങളുമായി K ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ആദ്യ യോഗം. അന്നദാനത്തിന് പുലാവും സാമ്പാറും ഇനി വിളമ്പില്ല. പായസവും പപ്പടവും അടങ്ങിയ സദ്യ നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഫെബ്രുവരി 1 ആരംഭിക്കാനും തീരുമാനമായി. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ സമ്പൂർണ്ണ ദേവസ്വം ബോർഡ് യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളാണ് ഉണ്ടായത്. ശബരിമല സന്നിധാനത്തെ അന്നദാനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ഇടപെടൽ. അന്നദാനത്തിന് പുലാവും സാമ്പാറും ഇനി വിളമ്പില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. പകരം പായസവും പപ്പടവും അടങ്ങിയ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്തുന്നതിന് 10 ലക്ഷം രൂപ അഡ്വാൻസും അനുവദിച്ചു. അടുത്ത വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ അവലോകനം ചെയ്യും. 1 വർഷത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാനിലെ ഏത് വികസന പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസും ദേവസ്വവുമായുള്ള ഏകീകരണം മെച്ചപ്പെട്ടു. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും K ജയകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ പ്രധാനമന്ത്രി കാവി പതാക ഉയർത്തി. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങ്. എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ എത്തിയ കരിമേഘ പടലങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒഴിയുന്നു. ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമാണ് കരിമേഘ പടലം എത്തിയത്. 12,000 വർഷം നിർജീവാവസ്ഥയിലായിരുന്ന ശേഷമാണ് എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.